ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നിപ്പോൾ ശനിയാഴ്ചയല്ലേ, അപ്പോൾ എനിക്കിന്ന് ഇടയ്ക്കിടയ്ക്ക് പോകണം. ഇക്കാനെ വീട്ടിൽ പോകണം. ഇവിടെ ക്ലാസ് ഉള്ളതുകൊണ്ടോ അതിനവിടെ തന്നെയല്ലേ സ്കൂളിലൊക്കെ ചേർത്തിക്കണം. അപ്പോൾ വീക്കെൻഡിൽ മാത്രമാണ് പോവാറ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിഷനെ കൊണ്ടുപോയേക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. സാധാരണ ഞാൻ വെള്ളിയാഴ്ചകളിൽ അതിൻ്റെ ക്ലാസ്സും എൻ്റെ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പോകാറുള്ളത്. അപ്പോൾ ഇത്തവണ ഇപ്പോൾ അങ്ങനെ പറ്റിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ ശരിക്കും ഞാൻ വെള്ളിയാഴ്ച സ്കൂളൊക്കെ വിട്ട് അതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോൾ 6 മണി 6:30 ഒക്കെ ആയിട്ടുണ്ടാവും. ഇടയ്ക്ക് കുറച്ച് ലോങ് അല്ലേ മഞ്ചേരിയിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ വന്ന് നിൽക്കാറേന്ന് പതിവ് ഞാൻ ബസ് ഇറങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇപ്പം ഒരു ഓപ്പറേഷൻ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് അപ്പോൾ അതിനെ കൊണ്ടുവരാൻ വരലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇവിടെ നിന്ന് മഞ്ചേരി ബസ് കഴിഞ്ഞ് നേരെ അവിടെ പോയി ഇറങ്ങിയാൽ മതിയല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പോവാണ് ചെയ്യാറ്. ചില ദിവസം ഇവിടെ നിന്ന് ഇപ്പാക്ക് ലീവുള്ള എന്താണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പം ആക്കി തരും, അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ ഒറ്റക്കും പോയി പഠിക്കണമല്ലോ, അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പോവാറ്. അപ്പോൾ ആ ഒരു സമയത്ത് പോകേണ്ടതാണ് ഇപ്പോൾ ഇക്കാൻ്റെ അവിടെ നിന്നൊക്കെ ഓർഡർ. അപ്പോൾ ഞാൻ വിചാരിച്ച് ശനിയാഴ്ച ആയി കഴിഞ്ഞാൽ ക്ലാസ്സൊന്നുമില്ല, ആക്കം പോലെ പോയാൽ മതിയല്ലോ. രാവിലെ ചായയും കടിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇന്ന് ക്ലാസ്സും ട്യൂഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പം ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഏതായാലും ഇന്ന് പോയി കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം അങ്ങനെയാണ് വരാറ്. വെള്ളിയാഴ്ച വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം വരാറ്. പക്ഷെ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശനി ഞായറും തിങ്കളാഴ്ച കൂടെ നിന്നിട്ട് തിങ്കളാഴ്ച വൈകുന്നേരം വരാമെന്ന്. അതിൻ്റെ ഇപ്പോൾ ഒരു ക്ലാസ് അല്ല, ഓന് വലിയ കുഴപ്പമില്ല, LKG അല്ല. അപ്പോൾ എനിക്ക് റിവിഷനും കാര്യമൊക്കെയാണ്. ഇപ്പം റിവിഷൻസൊക്കെ ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എക്സാമായി തുടങ്ങി, ക്രിസ്മസ് എക്സാം. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. ഇതിന് മുന്നേ ഇപ്പോൾ ഒരു എക്സാം ഒരു മിഡ് ടേം നടത്തിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ എനിക്ക് അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം എല്ലാം പഠിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു ദിവസം ക്ലാസ് മിസ്സായെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തിങ്കളാഴ്ച വരാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. നന്നുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുന്നേ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കൽ ഭയങ്കര ചടപ്പായിരിക്കും. അപ്പോൾ ഇമ്മയും ഇപ്പം ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഇനി അങ്ങനെ ഒന്ന് ശീലമായി കിട്ടണം, നിശ്ചയം കൂടെ ഇവിടെ ഇല്ലാത്തല്ലേ. അപ്പോൾ ഞാനെന്തായാലും ഡ്രസ്സ് ചെയ്ത് ഇനി ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ മുന്നേ ഞാനും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ട് ഓന് അപ്പോഴും ഇഡ്ഡലി തന്നെയാണ് കഴിച്ചത്. ഓക്കെ, അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ നന്നു മുന്നേൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മുന്നേക്ക് വീണ്ടും ഓനെ വർക്ക് ചെയ്യുന്നിടത്ത് അങ്ങനെ തിരിച്ചു പോകണം എന്നുള്ളതുകൊണ്ടോ പെട്ടെന്ന് തന്നെ ഓടെ വന്നിട്ട് കൊണ്ടുപോയി. അങ്ങനെ നന്നു ടാറ്റ പറഞ്ഞിട്ട് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങളും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഇവിടെ ഉണ്ട്, ഇനി വണ്ടി വരണം. ഒരു ഓട്ടോ വരുന്നുണ്ട്, കയറാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ആ വന്ന ഓട്ടോയിൽ ഞങ്ങൾ കയറി. ശരിക്കും എൻ്റെ വണ്ടിയുമ്പോൾ പോയാൽ മതി, പക്ഷേ ഇപ്പം അത്രയും ദൂരം അതിനെ മുന്നിൽ വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല, അതാണ് കുഴപ്പം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇടയ്ക്കര എത്തിയിട്ടുണ്ട്. പക്ഷേ ബസ്സിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം കുറേ ബസ്സിൽ എനിക്ക് സീറ്റ് കുറേ ബാക്കിൽ കിട്ടിയത്, കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ആൾ പറഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വന്നിട്ടിരുന്നു. ഓക്കെ, ഇതാണ് ഇപ്പം ഞങ്ങളുടെ റൂം. അങ്ങനെ ഇവിടെ ഉമ്മമ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഇക്കാൻ്റെ ഉമ്മമ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉമ്മമ്മ ഇന്ന് രാവിലെ പോയിട്ടുണ്ട്, അത്രയും ഉമ്മമ്മ ഉണ്ട് വിചാരിച്ചാൽ വന്നത്. ഉമ്മമ്മ രാവിലെ പോയി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എന്തായാലും ഇപ്പോൾ സമയം 3 മണിയായി. ഇനി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് റെഡി ആയിട്ട് കുറച്ച് നേരം കിടക്കട്ടെ. ഏതായാലും ഇപ്പോൾ പണിയൊന്നുമില്ലല്ലോ, ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആദ്യം അവിടെ ഉമ്മാൻ്റെ അടുത്തുണ്ട്. ഞാൻ കയറിക്ക്, നമ്മൾ ഡ്രസ്സ് മാറ്റി തരാം. അടങ്ങി നിൽക്കട ചെറുക്കാ. എന്നിട്ട് കുറച്ച് നേരം കിടന്നോട്ടോ. എന്താ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ആദ്യം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഇപ്പോൾ ഇതിന് ദിവസം നാത്തൂൻ്റെ മോനാണ്. ഓനെ ഇവിടെ തന്നെ നിൽക്കണത്, സ്കൂളിലോ മദ്രസിലൊക്കെ ഇവിടെ ചേർത്തിയിട്ടുള്ളത്. ഉമ്മാൻ്റെ കൂടെയാണോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പുട്ടും പഴമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഉമ്മ നല്ല പുട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഉമ്മ ചോറ് കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചോറ് ഞങ്ങൾ കഴിച്ചു പോകുന്നല്ലേ. അപ്പോൾ ആദ്യക്കും ചോറ് വേണ്ടായിരുന്നു. അപ്പോൾ ഓന് പുട്ടും പഴം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓനത് കഴിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉമ്മ പറഞ്ഞു കൂന്തൽ വരട്ടി വെച്ചിട്ടുണ്ട്, അത് കൂട്ടിയിട്ടെന്നാൽ പുട്ട് കഴിച്ചു പറഞ്ഞു. അപ്പോൾ ഞാൻ പുട്ടെടുത്തിട്ട് കൂന്തളും കൂട്ടിയിട്ട് പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് മീൻ വരട്ടും കറിയൊക്കെ വെക്കും.
നല്ല ടേസ്റ്റാണ്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഞാൻ അതിരുന്നിട്ട് കഴിച്ചു. അപ്പോൾ ഞാനും ആദ്യം കുറച്ചൊക്കെ ഒന്ന് കിടന്നിട്ട് ഇങ്ങനെ നീച്ചു. എന്നിട്ട് ഞാൻ അസറസ്കാരം കഴിഞ്ഞിട്ട് ചായക്ക് വേണം വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പുറത്തിറങ്ങി നിങ്ങൾക്ക് വീട് മൊത്തം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മാസം ആവണുള്ളൂ ഞങ്ങൾ കൂടിയിരുന്നിട്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. എന്നിട്ട് പിന്നെ നേരെ ഡൈനിങ് ഹാളിലോട്ടാണ് കിടക്കുന്നത്. ഡൈനിങ് ഹാള് ശരിക്കും 2 ഭാഗമായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കണം. നല്ല നീളമുണ്ട്. ഒരു ഭാഗം ഇങ്ങനെ ലിവിങ് റൂം പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഡൈനിങ് ഹാളിനോട് ചാരിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ റൂം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ പണികൾ കുറേ ബാക്കിയുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഇക്ക വന്നിട്ടൊക്കെ ചെയ്യേണ്ടാവുള്ളായിരിക്കും. ഇതിന് ഈ ആൽമിറക്കൊക്കെ തന്നെ ഡോറും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഫാബ്രിക്കേഷൻ്റെ വർക്കുകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വന്നിട്ട് തന്നെ തൊട്ടടുത്ത് തന്നെയായിട്ട് ബാത്റൂമും ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് സ്റ്റെയർ കേസാണ്. ഇനി അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂം. അപ്പോൾ അവിടെ ഉമ്മ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് അതിൻ്റെ ഉള്ളിൽ കാണിക്കാത്തത്. ഓക്കെ, പിന്നെ അങ്ങനെ വന്നിട്ട് നേരെ കിച്ചണിലാണ്. കിച്ചണും ഇതേപോലെ നല്ല നീളത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉമ്മ സ്റ്റോർ റൂം വേണ്ട എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ കിച്ചൺ അത്യാവശ്യം നല്ലോണം സ്ഥലം വേണമെന്നുള്ള രീതിയിൽ ഇവിടെ ഗ്യാസും ഇതൊക്കെ വെച്ചിട്ട് ഇവിടെയാണ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് വന്നിട്ടാണ് നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കാണ്. ഇവിടെയൊക്കെ എന്തായാലും ഡോഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. പിന്നെ അതുപോലെ പാത്രം വെക്കണ സ്റ്റാൻഡൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ടാക്കിപ്പിക്കാനുള്ള രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കുഴൽക്കിണറിലെ വെള്ളമാണ് ഞങ്ങൾക്ക്. അപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു പൈപ്പാണ്. അപ്പോൾ മോട്ടർ ഇടുമ്പോൾ തന്നെ നേരിട്ടുള്ള വെള്ളം ഇതിൽ എടുത്ത് വെക്കുക. അങ്ങനെയാണ് ചെയ്യാറ്. കുക്ക് ചെയ്യാനും കുടിക്കാനൊക്കെ അത് എടുക്കാറ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പൈപ്പ് ഉണ്ടല്ലേ, ഇതങ്ങനെ നല്ല ഫ്ലെക്സിബിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സിങ്ക് മൊത്തം നന്നായിട്ട് ക്ലീൻ ചെയ്യാനും നമുക്ക് ഒരുപാട് കുനിയേണ്ട ഒരു ആവശ്യമില്ല. ഇത് നല്ല കുഴിയുള്ള ഒരു സിങ്കാണ്, നല്ല കുണ്ടുണ്ട്. അപ്പോൾ നമ്മൾ നിന്നിട്ട് പാത്രം കഴുകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് തെറിക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം വേറെ പൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം ഊരൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെയാണ് ഈ പൈപ്പ് മാറ്റി. അപ്പോൾ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഒക്കെ ഇങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പുറത്തെങ്ങനെയാണ് ഇവിടെ അലക്കാനുള്ള കല്ലും സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ അമ്മ ഇവിടെ കുറേ പയറും ഇതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് പുറത്ത്. പിന്നെ ഇത് ഞങ്ങളുടെ പുറത്തേക്ക് ടോയ്ലറ്റും ബാത്റൂമൊക്കെ അങ്ങനെയാണ് വരുന്നത് ഈ ഒരു സൈഡിൽ. പിന്നെ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. മുകളിൽ വെക്കാനുള്ള സൗകര്യം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ അങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഉമ്മാൻ്റെ റൂം. ഞാനിങ്ങനെ ഇത്രേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാദി ഇങ്ങനെ ചായക്ക് കടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഉണ്ടല്ലോ ഡാൻസോ കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓനോട് ഇങ്ങനെ കുതിരളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉമ്മ ആ സമയത്ത് ഉമ്മ ചായക്ക് വെള്ളം വെച്ചിട്ട് അവർക്ക് കടി പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കാനിട്ട് അങ്ങനെ ഉമ്മ കുടിക്കൽ എണ്ണ കുഴിച്ചിട്ട് പോപ്കോണിൻ്റെ കുറച്ച് അതിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നു. ഉമ്മേനെയാണ് ആ സംഭവമൊക്കെ റെഡിയാക്കിയത്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. എനിക്ക് ആ സാധനം വലിയൊരു ഇഷ്ടമൊന്നുമില്ല, എന്നാലും ചൂടോടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ അമ്മ അത് ഉണ്ടാക്കിയിട്ടായാലും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ വിതറിയിട്ട് അവർക്ക് അങ്ങനെ കൊടുത്ത്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അത്. അതേപോലെ തന്നെ ഹാദ്യം നല്ലോണം ഒരു വലിയ പാത്രത്തിലെടുത്തിട്ട് ഇഷ്ടംപോലെ കഴിക്കും. അപ്പോൾ ഹാദ്യം ഈ ദിവസം ഓരോ രണ്ടായിരം തന്നെയാണ് അത് കഴിച്ചിട്ട് തീർത്ത്. രണ്ടാളും കണ്ടില്ലേ ഇരുന്നിട്ട് കഴിക്കുകയാണ്. ഫോണിൽ എന്തോ കണ്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുക, കാർട്ടൂണൊക്കെ കണ്ടിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഓക്കെ, അങ്ങനെ അതിന് ശേഷം പെട്ടെന്ന് തന്നെ മഗ്‌രിബിന് ബാങ്ക് കൊടുത്തു. മഗ്‌രിബിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ഞാൻ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ സംഭവങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അതിന് ശേഷം ഇശാസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേഗം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കിടക്കുക. കാരണം അങ്ങനെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കാരണം ഈ തവണ പോയപ്പോൾ കാരണം ആരും ഇല്ല വീട്ടിൽ. കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ച ഞാൻ പോയത്. കഴിഞ്ഞ ആഴ്ച നിശനെ കൊണ്ടേക്കാനൊക്കെ വേണ്ടിയിട്ട് പോയില്ല. അപ്പോൾ ആ ഒരു വീക്കെൻഡിൽ ഇടയ്ക്കര പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ പോയപ്പോൾ ഇവിടെ പൂമോളും അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇമ്മമ്മ ഇപ്പം ഇന്ന് രാവിലെ പോയി പറഞ്ഞു ഉമ്മ. പിന്നെ അതേപോലെ പൂമോളും തന്നെ ഇപ്പോൾ പോയതിനു ശേഷം മോളും പോയി. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ ഒരു ഫീലിംഗ് ആയിരുന്നു. ആരും ഇല്ലല്ലോ. പിന്നെ കുട്ടികൾ രണ്ടാളും ഒരു ഭയങ്കര കളിയായിരുന്നു രണ്ടാളും. പിന്നെ നിദൂസിനും കുറച്ച് എഴുതാനും വായിക്കാനും ഉണ്ടായിരുന്നു. ഓനങ്ങനെ എഴുതാനും വായിക്കാനൊക്കെ ഇരുന്ന്. പിന്നെ രാത്രി പിന്നെ ഫുഡ് തന്നെയല്ലേ, കൂന്തലുണ്ടാക്കിയതും ചോറും ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കിപ്പോൾ എന്തോ അങ്ങനെ കൈ തരിപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡ് ചോറ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ സാലഡാണ് രാത്രി കഴിച്ചത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാനതേപോലെ കൗണ്ടർ ടോപ്പും പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പും ഇതൊക്കെ ക്ലീനാക്കി വെച്ചിട്ടെല്ലാം സെറ്റാക്കിയിട്ട് പോയി കിടന്നു. പിന്നെ രാവിലെ വരുമ്പോൾ നല്ല വൃത്തിയല്ല. ഉമ്മാക്കും ഭയങ്കര വൃത്തിൻ്റെ ഒരാളാണ്. അപ്പോൾ ഉമ്മാക്ക് ഇങ്ങനെ പരന്നെടുക്കണമെന്നൊന്നും ഉമ്മാക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാനും തന്നെ അങ്ങനെ ആ ഒരു രീതി തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചെയ്യണതും. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മളെല്ലാവരും വീട്ടിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് പിറ്റേന്ന് രാവിലെ എണീച്ച് വരുമ്പോൾ കാണാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ആകെ ജഗപുകയായിട്ട് കിടക്കുമ്പോൾ രാവിലെ കാണുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം വരില്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിയാനുണ്ടായത്. അപ്പോൾ ഞാൻ കിടക്കാറായിട്ടുണ്ട്. അപ്പം അമ്മ ബ്ലാക്ക് ഹൽവ, കറുത്തൽവ മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇനി മേലെ ഒഴുക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കിടക്കണം. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ മേലൊക്കെ കഴുകി വന്നു, ഇനി കിടക്കുകയാണ്. ഇതാ ആദ്യം ഓൾറെഡി ഇവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല. അന്ന് ഞങ്ങളിവിടെ വന്നു. പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, ഞാനും ഇമ്മയും നിദൂസും ആദ്യമല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചു. ഞാൻ പുട്ടും അത് തന്നെയാണ് കഴിച്ചത്. പുട്ടും കൂന്തൽ വരട്ടല്ല, സൂപ്പർ വരട്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് പിന്നെ ഇപ്പോൾ കണ്ടില്ല, നമ്മളെല്ലാം വാഷ് ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് കിടന്നു. ഇനി നാളെ രാവിലെ സേമിയയുടെ ഉപ്പുമാവാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കണം. നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ.